അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻവെസ്റ്റ്മെൻറ്റ് തട്ടിപ്പുകൾ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് എൻ്റെ വിഷയം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ മുതൽ മുടക്ക്, ലാഭം നഷ്ടം എന്നൊക്കെ ഇങ്ങനെയുള്ളൊരു വേദിയിൽ, പ്രൊഫഷണലുകൾ മാത്രമുള്ളൊരു വേദിയിൽ എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചില കാരണങ്ങളുണ്ട്. സത്യത്തിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആലോചിക്കാത്ത എൻജിനീയർമാരോ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിക്കണം എന്ന് ആലോചിക്കാത്ത ഡോക്ടേഴ്സോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അതിനു വേണ്ടിയുള്ള പരിശ്രമം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്താണ്? ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായും പ്രൊഫഷണലുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വരുമാനം ആരുണ്ടാക്കുന്നുണ്ട്? ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ട്. രണ്ടാമതായി, ഒരു സ്റ്റഡി ഇൻകം, സ്ഥായിയായ വരുമാനമുള്ളവരാണ് പ്രൊഫഷണലുകൾ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് അതവിടെ നിന്നാൽ എന്ത് ചെയ്യുന്നില്ല, അത് വളരുന്നില്ല. പിന്നെയുള്ളത് പലിശയാണ്, അത് ഹറാമാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകും, അത് ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു അധിക വരുമാനം ഉണ്ടാക്കാമെന്ന് നമ്മൾ എന്ത് ചെയ്യും, ചിന്തിച്ചു പോകുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകം എന്നൊക്കെ സാധാരണ നമ്മൾ കേൾക്കുന്ന ടെർമിനോളജികളാണ്. എന്നാൽ സത്യത്തിൽ അത്ര എളുപ്പമുള്ള ഒരു ലോകമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ലോകം. ബിസിനസ്സിൽ ക്യാഷ് മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് കാശ് മാത്രം എന്ത് ചെയ്യുക, ഇങ്ങനെ ഒഴുകി വരും എന്ന് കരുതുന്ന സത്യത്തിൽ എന്താണ്, ഒരു മണ്ടത്തരമാണ്. കാരണം അത്രയ്ക്ക് തട്ടിപ്പും വെട്ടിപ്പും ചതിയുമുള്ള ഒരു ലോകമാണ് ബിസിനസ് ലോകം. നിങ്ങൾ നോക്കുക, ഇന്ത്യയിൽ നടക്കുന്ന ദൗർഭാഗ്യവശാൽ ഫിനാൻഷ്യൽ സ്കാംസിൻ്റെ ഒരു ക്യാപിറ്റലായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം തട്ടിപ്പുകൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കണമെന്ന് നോക്കുക. അതുപോലെ തന്നെ 24 മണിക്കൂറും 24/7 പ്രവർത്തിക്കുന്ന കോൾ സെൻ്ററുകൾ, എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന, ആളുകളെ സ്കാം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കോൾ സെൻ്ററുകൾ ഇന്ത്യയിലുണ്ട്. ഇനി ഇതിലെ മറ്റൊരു കണക്ക് എടുത്താൽ, ഇത് 2024 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ മാത്രമാണ്. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, എത്രത്തോളം കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക എന്നുള്ളത്. പലപ്പോഴും പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളൊന്നും എന്ത് ചെയ്യില്ല, ഒരു കേസിന് പോകില്ല, ഒരു അപമാനം ഭയന്നിട്ടൊക്കെ. ഈ 32,000 കേസ് റിപ്പോർട്ട് ചെയ്തതിൽ 20% ഡോക്ടേഴ്സ് ആൻഡ് എൻജിനീയേഴ്സാണ് ഇന്ത്യയിൽ. ഇത് ഒഫീഷ്യൽ റെക്കോർഡാണ്. 20% എന്ന് പറയുമ്പോൾ 6,400 മുകളിലുള്ള അത്രയും കേസുകൾ ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും. അത് സത്യത്തിൽ നമുക്ക് എന്താണ്, വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ വീട്ടമ്മമാരെയൊക്കെ പറ്റിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും എന്ത് ചെയ്യാണ്, ഈ സ്കാമേഴ്സ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്കാമിംഗ് ഉണ്ടെങ്കിലും എൻ്റെ ഒരു ഫോക്കസ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ് ആണ്. പ്രത്യേകിച്ചും ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിന്ന് മാത്രം ഞാൻ എടുത്തെഴുതിയ 1000 കോടിക്ക് മുകളിൽ ഈ അടുത്തു നടന്ന സ്കാമുകളുടെയാണത്. അതിൽ ഹീരയും IMA എന്ന് പറഞ്ഞാൽ മെഡിക്കൽ അസോസിയേഷൻ അല്ലോട്ടോ, ഐ മോണിറ്ററി അഡ്വൈസറി പറഞ്ഞ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വന്ന ഈ 2 മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്ത് വന്ന ബിസിനസ് സ്കാമുകളാണ്, പോൺസി സ്കീമുകളായിരുന്നു അവ. ഇതിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ അട്രാക്റ്റ് ചെയ്യപ്പെടാൻ ഒരു കാരണമുണ്ട്. എന്താണ്? സ്വാഭാവികമായും ഇവർ വരിക എന്താണ്, പലിശ ഇല്ല, പലിശ എന്ന വാക്ക് ഇവർ ഉപയോഗിക്കില്ല. രണ്ടാമത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, റവന്യൂ, പ്രോഫിറ്റ് എന്നൊക്കെ പറയുമ്പം സ്വാഭാവികമായിട്ട് മുസ്ലിങ്ങൾ എന്തെയാണ്, അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിൽ എങ്ങനെ ഈ തട്ടിപ്പുകൾ മനസ്സിലാക്കാം എന്നുള്ളതിലേക്കുള്ള ചെറിയ കുറച്ച് സൂചികകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമതായി, ലാക്ക് ഓഫ് കോമ്പറ്റൻസി ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ ചെക്ക് ചെയ്യണം എന്തിൻ്റെ, ഇങ്ങനെ ഒരു കമ്പനി നമ്മുടെ മുന്നിൽ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ പരിശോധിക്കണം. അവർ പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനും വിൽക്കാനും അവർക്ക് ലൈസൻസ് ഉണ്ടോ നമ്മൾ പരിശോധിക്കണം.
ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ലിസ്റ്റ് ചെയ്ത പല കമ്പനികളും സത്യത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത്. അതുപോലും ശ്രദ്ധിക്കാതെയാണ് ആളുകൾ ആയിരക്കണക്കിന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആരുടെ? കമ്പനിയുടെ ഫൗണ്ടേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. എന്നാൽ ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഒരു വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചാൽ അപ്പം പറയും, മാർക്ക് സക്കർബർഗ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് ഒക്കെ എന്താണ്, കോളേജ് ഡ്രോപ്പ് ഔട്ട് അല്ലേ എന്നാണ്. ഈ ഹാർഡ്വാർഡിൽ നിന്നും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആകുന്നവരും ഈ കേരളത്തിലെ ഏതോ പഴയവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആകുന്നത്, അല്ല സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നതൊക്കെ തുല്യമാണോ? നിങ്ങൾ ആലോചിക്കുക. നിർബന്ധമായും കമ്പനിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾ അന്വേഷിക്കുക. അതുപോലെ ഫൗണ്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അവരുടെ സ്കിൽ സെറ്റ് അടക്കം നിങ്ങൾ പരിശോധിക്കുക. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, സാധാരണ നിലയിൽ നടക്കുന്ന ഏത് ബിസിനസ്സിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വാർഷിക റിട്ടേൺ എന്ന് പറയുന്നത് എത്ര അറിയോ? നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. 8 മുതൽ 12% അത് വാർഷിക റിട്ടേൺ ആണ് കേട്ടോ, മന്ത്ലി അല്ല. എന്നാൽ ഇന്ന് ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ തട്ടിപ്പ് ബിസിനസ്സുകാരും എത്രയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്? 30 മുതൽ 40% വരെ വാർഷിക റിട്ടേൺ ഓഫർ ചെയ്തിട്ടാണ് ഇവരൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, 24% കൂടുതൽ വാർഷിക റിട്ടേൺ ആരെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൈലി റിസ്കിയാണ്, സസ്പീഷ്യസ് ആണ്. ഇനി ഇതിലേക്കുള്ളൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ വരുന്ന ഇൻവെസ്റ്റേഴ്സൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ പൈസ ഇട്ടാൽ മതി, ഒരു റിസ്ക്കും ഇല്ല അറിയും. ഈ നോ റിസ്ക് എന്നൊരു കാറ്റഗറി എന്തിലില്ല? ബിസിനസ്സിലില്ല. അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോളൂ, അത് തട്ടിപ്പാണ്. അടുത്തതായി അവർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത്. എന്താണ്? ബിസിനസ്സുമായി സാമൂഹിക കാരണം എന്ത് ചെയ്യും? അവർ കലർത്തും. നമുക്കറിയാം, ഈ അടുത്ത് ഉള്ള ഒരു പ്രവീൺ റാണ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ പറഞ്ഞു വന്നൊരു ഭയങ്കര വലിയ ആശയമുണ്ടായിരുന്നു. എന്താണ്? അവൻ $1 $100 മാറ്റുന്നത്. അതുപോലെ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന ഒരു വളം നിർമ്മിക്കുന്ന കമ്പനിയുടെ ഓഫർ എന്താണ് അറിയുക നിങ്ങൾക്ക്? ലോകം മുഴുവൻ ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരുന്നതാണ് അവർ പറയുന്നത്. അതുപോലെ കേരളത്തെ സിലിക്കൺ വാലി ആക്കുമെന്നാണ് മറ്റൊരു ടാലൻറ്റ് ഡ്രോപ്പിംഗ് കമ്പനി ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ലാഭത്തോടൊപ്പം വലിയ സാമൂഹിക ലക്ഷ്യങ്ങൾ നേടുക എന്നത് കൂട്ടിക്കുഴച്ച് ഇൻവെസ്റ്റേഴ്സിനെ വീഴ്ത്തുക എന്ന തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഗൂഗിൾ, ഇൻസ്റ്റാഗ്രാം, എന്ത് പറഞ്ഞാലും ഇതുപോലെയുള്ള വാക്കുകൾ മാത്രമായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ എക്സിക്യൂട്ടീവ്സ്. ഉറപ്പിച്ചോളൂ, അവർ തട്ടിപ്പുകാരാണ്. പിരമിഡ് സ്കീമിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണമെന്ന് തോന്നുന്നില്ല. ഇത് തട്ടിപ്പാണെന്ന് ബേസിക് മാത്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ആ റൈറ്റ് സൈഡിലുള്ള, എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള, നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ടേബിളൊന്ന് നോക്കിയാൽ മതി. പിരമിഡ് സ്കീം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരാൾ 2 ആളെ ചേർക്കുന്നു, 2 ആൾ 4 ആളെ ചേർക്കുന്നു. ഇങ്ങനെ പോയാൽ 25-ാം ലെവലിൽ നിന്ന് 26-ാം ലെവലിലേക്ക് പിരമിഡ് സ്കീം മാറണമെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ 6 കോടിയാകണം. അപ്പോൾ അതന്നെയാണ് ഈ സ്കീമിൻ്റെ പ്രശ്നവും. അപ്പോൾ ആരെങ്കിലും പിരമിഡ് സ്കീം എന്ന് പറഞ്ഞു വന്നു, ചിലപ്പോൾ അവർ പറയില്ല, പക്ഷെ നിങ്ങൾ പരിശോധിക്കണം. പിരമിഡ് സ്കീമാണോ അത് തട്ടിപ്പാണ്, ഉറപ്പിച്ചോളൂ. പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, ഈ തട്ടിപ്പ് ബിസിനസ്സുകാർ എപ്പോഴും വലിയ കണക്കുകൾ പറയും, ഒക്കെ ഭാവിയെക്കുറിച്ചുള്ളതായിരിക്കുന്നുള്ളൂ. അവർ അച്ചീവ് ചെയ്യാൻ പോകുന്ന, അതുപോലെ ഇപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില തട്ടിപ്പ് കമ്പനികൾ, അവരുടെ പേര് പറയാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എത്രത്തോളം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ബിസിനസ് 193 രാജ്യങ്ങളിലേക്ക് ബിസിനസ് അവരെത്തിക്കുന്ന പറയണത്. എന്നാൽ സത്യത്തിൽ ബിസിനസ്സിനെ വിലയിരുത്തേണ്ട ചില കണക്കുകൾ എന്തൊക്കെയാണ്? ഉദാഹരണത്തിന് വാർഷിക വരുമാനം, എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മ, ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ പറയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അതും സംശയാസ്പദമാണ്. അടുത്തത് ഫേക്ക് ടെസ്റ്റിമോണിയൽസ് ആണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെയ്ഡ് ന്യൂസ് ഇന്ന് എന്നത് സത്യമാണ്. അത് മീഡിയകളുടെ മാർക്കറ്റിംഗ് ഫീച്ചറിൻ്റെ ഭാഗമായി എല്ലാവരും അംഗീകരിച്ചാണ്, അല്ലേ? ഒരു പെയ്ഡ് ന്യൂസ് ഇവർ കൊടുക്കും, ഇങ്ങനത്തെ കമ്പനികൾ. എന്നിട്ട് അതിൻ്റെ ബൈറ്റ് എടുത്ത് അവരെന്ത് ചെയ്യും? സോഷ്യൽ മീഡിയയിൽ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ പെയ്ഡ് ഇൻ്റർവ്യൂകൾ, പെയ്ഡ് അവാർഡുകൾ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ന്യൂസ് കണ്ടാൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അത് സത്യമാണെന്ന് ഉറപ്പിക്കരുത്. പ്രത്യേകിച്ച് ഒരു മീഡിയ അങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നതുകൊണ്ട് എന്തല്ല, അത് സത്യമല്ല. അതൊക്കെ ചെയ്തു എന്നത് എന്തല്ല, ഒരു കമ്പനി നല്ലതാണ് എന്നതിന് തെളിവുമല്ല.
അടുത്തത് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ് അഡ്വർടൈസ്മെൻറ്റ്. വളരെയധികം അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനത്തെ കമ്പനികൾ കൊടുക്കും. ആ അഡ്വർടൈസ്മെൻറ്റ് പരിശോധിച്ചാൽ മതി ഒരു കമ്പനി തട്ടിപ്പാണോ അല്ലേന്ന് മനസ്സിലാക്കാൻ. കാരണം എന്താ, അഡ്വർടൈസ്മെൻറ്റ്, ഒരു കമ്പനി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത് ആർക്കും വേണ്ടിയാണ്? അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയല്ലേ, അവരുടെ പ്രൊഡക്റ്റ് കാണിച്ചിട്ടല്ലേ. എന്നാൽ ഇങ്ങനത്തെ തട്ടിപ്പ് കമ്പനികളൊക്കെ അഡ്വർടൈസ് ചെയ്യുക ആരെ നോക്കിയിട്ടറിയോ? ഇൻവെസ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. അവർക്ക് കൂടുതൽ ഫണ്ട് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ കമ്പനികൾ അഡ്വർടൈസ് ചെയ്യുക. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അടുത്തതാണ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. എന്താണ് പ്രോഡക്റ്റ്, എന്താണ് സർവീസ്, എങ്ങനെയാണ് നിങ്ങൾ വരുമാനം ഉണ്ടാക്കുന്നത്, ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ഈ കസ്റ്റമേഴ്സ് നിങ്ങൾ ഈ പണം ചിലവാക്കി ഈ പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടോ, എന്താണ് മാർക്കറ്റ്, ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും ഇവർ ഉത്തരം നൽകില്ല. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത, ഓർത്തു വെച്ചോളൂ. അത്രയും പോയിന്റുകളാണ് ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം ഇതൊക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം തട്ടിപ്പുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പുതിയ ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ അതിൻ്റെ വിജയ സാധ്യത അറിയുന്നത് 10% സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അതായത് 90% ബിസിനസ്സുകൾ എന്ത് ചെയ്യാണ്, പൊളിയുകയാണ്. ഇത് ആത്മാർത്ഥമായി തുടങ്ങുന്ന ബിസിനസ്സുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ തട്ടിപ്പ് ബിസിനസ്സുകളാണെങ്കിലോ 100% പൊളിയും. ഈ വിജയ സാധ്യത മാത്രം നോക്കിപ്പോരാ നമ്മൾ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. സാധാരണഗതിയിൽ നമ്മൾ അത് മാത്രമാണ് നോക്കുക. നമ്മൾ പൈസ ഇടുമ്പോൾ 2 കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. 1 പരാജയ സാധ്യതകളും, 2 തട്ടിപ്പ് സാധ്യതകളും. അത് വിലയിരുത്താൻ ആവശ്യമായ അറിവുകൾ എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.